ലോകരാജ്യങ്ങൾ അടക്കി വാഴാൻ കഠിനാധ്വാനം ചെയ്യുകയാണ് ട്രംപ്. താരിഫിലൂടെയാണ് രാജ്യങ്ങൾക്കിട്ട് ട്രംപ് പണിഞ്ഞത്. വെള്ളിയാഴ്ചത്തെ വ്യാപാര കരാറിന്റെ അവസാന തീയതിക്ക് മുൻപായി ഡസൻ കണക്കിന് വ്യാപാര പങ്കാളികൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. യുഎസ് ബിസിനസ്സുകാർക്ക് അനുകൂലമായി ആഗോള വ്യാപാരം പുനർനിർമ്മിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ശ്രമമാണിത്. ഓർഡർ അനുസരിച്ച് 69 വ്യാപാര പങ്കാളികൾക്ക് 10% നിന്ന് 41% ഉയർന്ന ഇറക്കുമതി തീരുവ നിരക്കുകൾ 7 ദിവസത്തിനുള്ളിൽ ആരംഭിക്കും. സിറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന നിരവധി സാധനങ്ങൾക്ക് 41%, കാനഡയിൽ നിന്നുള്ള നിരവധി സാധനങ്ങൾക്ക് 35%, ബ്രസീലിന് 50%, ഇന്ത്യക്ക് 25%, തായ്വാന് 20%, സ്വിറ്റ്സർലൻഡിന് 39% വരെ തീരുവ ചുമത്തി. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബ്രസീലിനെയാണ്. ബ്രിക്സ് ഉച്ചകോടി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രത്യേകം അത്താഴ വിരുന്ന് ബ്രസീൽ നൽകിയിരുന്നു. അതിന്റെ തിരിച്ചടിയായിട്ടാണോ ബ്രസീലിന് ഇത്രയധികം തീരുവ ചുമത്തിയത് എന്നതിൽ സംശയമുണ്ടെന്നും പറയപ്പെടുന്നു. വാഷിംഗ്ടണും യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ പോലുള്ള പ്രധാന പങ്കാളികളും തമ്മിലുള്ള വ്യാപാര കരാറുകളെ പ്രതിഫലിപ്പിക്കുന്ന വിവിധ തലത്തിലുള്ള തീരുവകൾക്കൊപ്പമായിരുന്നു ഇത്. അനുബന്ധത്തിൽ പട്ടികപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% യുഎസ് താരിഫ് നിരക്കിന് വിധേയമാകുമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ ചില വ്യാപാര പങ്കാളികൾ എന്റെ വിധിന്യായത്തിൽ നമ്മുടെ വ്യാപാര ബന്ധത്തിലെ അസന്തുലിതാവസ്ഥയെ വേണ്ടത്ര പരിഹരിക്കുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തിക ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ അമേരിക്കയുമായി വേണ്ടത്ര യോജിപ്പിൽ നിലനിൽക്കുന്നില്ല എന്ന നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് ട്രംപിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ട്രംപിന്റെ ഉയർന്ന പരസ്പര താരിഫ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരാൻ പോകുന്നതിനാൽ കൂടുതൽ വ്യാപാര കരാറുകൾ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ഞങ്ങൾക്ക് ചില കരാറുകളുണ്ട്, ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആ കരാറുകൾ പ്രഖ്യാപിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റിനെ മറികടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വടക്കേ അമേരിക്കൻ വ്യാപാര ഉടമ്പടി പ്രകാരം രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന കനേഡിയൻ, മെക്സിക്കൻ വസ്തുക്കൾക്കുള്ള ഇളവ് ഇപ്പോഴും നിലവിലുണ്ടെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. ഫെന്റനൈലുമായി ബന്ധപ്പെട്ട് തീരുവകൾക്ക് വിധേയമായ കനേഡിയൻ ഉൽപ്പന്നങ്ങളുടെ നിരക്ക് മുൻപ് 25% നിന്ന് 35% ഉയർത്തിക്കൊണ്ട് ട്രംപ് ഭരണകൂടം കാനഡയ്ക്ക് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചു. മെക്സിക്കോ കഴിഞ്ഞാൽ യുഎസിലെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയായ കാനഡ യുഎസിലേക്കുള്ള ഫെന്റനൈൽ ഒഴുക്ക് തടയുന്നതിൽ സഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് അവർ വ്യക്തമാക്കി. വിശാലമായ ഒരു വ്യാപാര ഉടമ്പടി ചർച്ച ചെയ്യുന്നതിന് കൂടുതൽ സമയം നൽകുന്നതിനായി നിരവധി ഉൽപ്പന്നങ്ങൾക്ക് 30% ഉയർന്ന തീരുവയിൽ നിന്ന് 90 ദിവസത്തെ ഇളവ് നൽകാനുള്ള ട്രംപിന്റെ തീരുമാനവുമായി കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവകൾ വളരെ വ്യത്യസ്തമായിരുന്നു. അതേസമയം മെക്സിക്കോയ്ക്കുള്ള കാലാവധി നീട്ടൽ യുഎസ് മെക്സിക്കോ കാനഡ വ്യാപാര കരാറിനനുസൃതമായ മിക്ക മെക്സിക്കൻ നോൺ ഓട്ടോമോട്ടീവ്, നോൺ മെറ്റൽ സാധനങ്ങൾക്ക് 30% താരിഫ് ഒഴിവാക്കുന്നു. വ്യാഴാഴ്ച രാവിലെ ട്രംപും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയിൻബോമും തമ്മിലുള്ള ഒരു കോളിന് ശേഷമാണ് ഇത് വന്നത്. മെക്സിക്കൻ സ്റ്റീൽ, അലൂമിനിയം, ചെമ്പ് എന്നിവയ്ക്ക് 50%, മെക്സിക്കൻ ഓട്ടോകൾക്കും USMCA പാലിക്കാത്ത വസ്തുക്കൾക്കും 25% തീരുവ ചുമത്തുന്നത് തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. യുഎസ് ഫെന്റനൈൽ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് താരിഫുകൾക്ക് വിധേയമായി. കൂടാതെ മെക്സിക്കോ അതിന്റെ താരിഫ് ഇതര വ്യാപാര തടസ്സങ്ങൾ ഉടനടി അവസാനിപ്പിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അവയിൽ പലതും ഉണ്ടായിരുന്നെന്ന് വിശദാംശങ്ങൾ നൽകാതെ ട്രംപ് ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ വ്യക്തമാക്കി. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ ബ്രസീലുമായുള്ള പോരാട്ടം തന്റെ സുഹൃത്തും മുൻ പ്രസിഡന്റുമായ ജെയർ ബോൾസോനാരോയ്ക്കെതിരെ കേസെടുത്തതിനെ തുടർന്ന് ട്രംപ് ബുധനാഴ്ച ബ്രസീലിനെതിരെ 50% കുത്തനെയുള്ള തീരുവ ചുമത്തി. എന്നാൽ വിമാനം, ഊർജം, ഓറഞ്ച് ജ്യൂസ് തുടങ്ങിയ മേഖലകളെ കനത്ത ലെവികളിൽ നിന്നും ഒഴിവാക്കി തിരിച്ചടി മയപ്പെടുത്തി. ട്രംപ് തിരഞ്ഞെടുക്കുന്ന യുഎസ് പദ്ധതികളിൽ $350 ബില്യൺ നിക്ഷേപിക്കുമെന്ന പ്രതിജ്ഞയുൾപ്പെടെയുള്ള ഒരു കരാറിന്റെ ഭാഗമായി ഓട്ടോകൾ ഉൾപ്പെടെയുള്ള യുഎസിലേക്കുള്ള കയറ്റുമതിക്ക് 15% തീരുവ ഏർപ്പെടുത്താൻ ദക്ഷിണ കൊറിയ ബുധനാഴ്ച സമ്മതിക്കുകയും ചെയ്തു. 25% നിന്ന് ഇത് കുറച്ചു. എന്നാൽ ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തുമെന്നും തോന്നുന്നു. ഇത് ട്രംപിൽ നിന്ന് ഉയർന്ന നിരക്കിലുള്ള ഭീഷണി ഉയർത്തുകയും ഇന്ത്യൻ റഷ്യ എണ്ണ വാങ്ങിയതിന് അനിശ്ചിതമായ പിഴ ചുമത്തുകയും ചെയ്തു. ഇന്ത്യയുമായുള്ള ചർച്ചകൾ തുടരുകയാണെങ്കിലും രാജ്യത്തെ തൊഴിൽ, തീവ്രമായ കാർഷിക മേഖലയിൽ സംരക്ഷിക്കുമെന്ന് ന്യൂഡൽഹി പ്രതിജ്ഞയെടുത്തു. ഇത് പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിഷേധത്തിനും രൂപയുടെ മൂല്യ തകർച്ചയ്ക്കും കാരണമായി. ആഗോള സമ്പദ് വ്യവസ്ഥയെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്ക അമേരിക്കയും ചൈനയും തമ്മിലുള്ള പരിഹരിക്കപ്പെടാത്ത വ്യാപാര തർക്കമാണ്. മെയ്, ജൂൺ മാസങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ടൈറ്റ് ഫോർ ടാറ്റ് താരിഫുകളും അപൂർവ ഭൂമിധാതുക്കളുടെ വെട്ടിക്കുറയ്ക്കലുകളും അവസാനിപ്പിക്കുന്നതിനായി രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകളും പ്രാഥമിക കരാറുകളിൽ എത്തിയതിനെ തുടർന്ന് ട്രംപിന്റെ ഭരണകൂടവുമായി ഒരു ദീർഘകാല താരിഫ് കരാറിലെത്താൻ ബീജിംഗ് ഓഗസ്റ്റ് 12 മുമ്പാണ് സമയപരിധി നിശ്ചയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.